നമ്മളങ്ങനെ നോർമൽ റുട്ടീൻ ചെക്കപ്പിൽ ഇല്ലാത്തൊരു കാര്യമാണ് സി പെപ്റ്റൈഡ്. നോക്കിയിട്ടുണ്ടോ? നോക്കിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ അനുഭവങ്ങളും കാര്യങ്ങളും താഴെ നിങ്ങൾ മെൻഷൻ ചെയ്യുക. സി പെപ്റ്റൈഡിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആയിട്ടുള്ള വാല്യൂസ് തീർച്ചയായും നിങ്ങൾ താഴെ മെൻഷൻ ചെയ്യുക. നമ്മൾ പലപ്പോഴും ഷുഗറിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ അറിയാനായിട്ട്, അല്ലെങ്കിൽ ഡയബറ്റിക്കിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതെന്തുമാത്രം ഉണ്ടെങ്കിൽ എന്തുമാത്രം നമുക്ക് അത് എഫക്റ്റ് ആകുന്നുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധാരണ FBS, PPS അല്ലെങ്കിൽ HbA1c പോലത്തെ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കാറുണ്ടല്ലേ. പ്രത്യേകിച്ച് FBS, PPS എന്ന് പറയുന്നാൽ അത്ര നമുക്ക് ആക്യുറേറ്റ് അല്ല, എന്നാലും നമുക്ക് അറിയാൻ പറ്റും ഒരു ആവറേജ് വാല്യൂ നമ്മുടെ ശരീരത്തിൽ ഫാസ്റ്റിങ്ങിൽ എത്രയുണ്ട്, അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം എത്രയുണ്ട് എന്നുള്ള ആവറേജൊക്കെ നമുക്കറിയാൻ പറ്റും. കാരണം ഇത് വളരെ പെട്ടെന്ന് ഫ്ലക്ച്വേറ്റിംഗ് ആണ്. HbA1c അത്രയും ഫ്ലക്ച്വേറ്റിംഗ് അല്ല, ഒരു 3 മാസത്തെ ഒരിക്കൽ നോക്കിയാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഈ FBS, PPS ഒക്കെ നോക്കുമ്പോൾ എന്ന് വെച്ചാൽ അത് വളരെയധികം ഫ്ലക്ച്വേറ്റിംഗ് ആണ്. നമുക്ക് സ്ട്രെസ് അടിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് ഓടിയിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് ഭക്ഷണത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ, കപ്പയോ വല്ലതും കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഉരുളക്കിഴങ്ങ് പോലത്തെ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ, പായസം വല്ലതും കുടിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ, കോമോർബിഡിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സിംറ്റം പ്രസൻറ്റേഷൻ, ഗ്ലൂക്കോസിൻ്റെ ശരീരത്തിലെ ബ്ലഡിനകത്തുള്ള അളവിൽ ഒക്കെ വളരെ വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്, FBSൻ്റെ ഈ ഒരു സ്ട്രിപ്പ് പോലെ മേടിച്ചിട്ട് ഒന്ന് പ്രിക്ക് ചെയ്തിട്ട് അവിടെ ഈ സ്ട്രിപ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ മെഷീനിൽ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഒരു പരിധി വരെ. ഓക്കെ, അതായത് ആ ഒരു സെക്കൻഡിൽ നമുക്ക് എന്തുമാത്രം ഷുഗർ നമ്മുടെ ബ്ലഡിലുണ്ട് എന്നുള്ള കാര്യം അറിയാൻ പറ്റും. അപ്പോൾ അതിനെക്കാട്ടിയൊക്കെ കുറേ കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ എന്തുമാത്രം റിലീസ് ആകുന്നുണ്ട്, അതായത് പാൻക്രിയാസ് എന്തുമാത്രം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു അളവ്, ഒരു പാരലലായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ടെസ്റ്റാണ് സി പെപ്റ്റൈഡ്. ഓക്കെ, ഈ സി പെപ്റ്റൈഡ് എന്ന് പറയുന്ന ഈ ഒരു ടെസ്റ്റ് സാധാരണ നമ്മൾ ചെയ്യുന്നത് അത് ടൈപ്പ് 1 ഡയബറ്റീസ് ആണോ ടൈപ്പ് 2 ആണോ എന്നറിയാൻ വേണ്ടിയാണ് ബേസിക്കലി ചെയ്യുന്നത്. കാരണം ഈ ഇൻസുലിൻ എന്ന് പറയുന്ന ഈ ഘടകം നമുക്കറിയാം പാൻക്രിയാസിലാണ് ഉണ്ടാകുന്നത് അല്ലേ. ഈ ഇൻസുലിൻ ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പായിട്ട് പ്രോ ഇൻസുലിൻ എന്ന് പറഞ്ഞൊരു കാര്യമാണ്, ഒരു കോമ്പൗണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് വിഘടിച്ച് ഇൻസുലിനും സി പെപ്റ്റൈഡുമായി മാറും. ഓക്കെ, എന്നിട്ട് ഇൻസുലിൻ ഉപയോഗിക്കപ്പെടും. എന്തിനാ? ഷുഗറിനെ നമ്മുടെ ബ്ലഡിൽ നിന്ന് ശരീരത്തിലേക്ക് അബ്സോർബ് ആകാനായിട്ട് ഇൻസുലിൻ ഉപയോഗപ്പെടും. പക്ഷേ സി പെപ്റ്റൈഡിന് വലിയ റോളുകൾ കാണിക്കുന്നില്ല. അത് കിഡ്നിക്കും ലിവറിനും ഒക്കെ ആയിട്ട് എന്തോ ചെറിയ റോളുകളാണ് ഇപ്പം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്, വലിയ റോളുകളില്ല. അപ്പം ബേസിക്കലി സി പെപ്റ്റൈഡ് മിക്കവാറും എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും ബ്ലഡിൽ. ഓക്കെ, അപ്പോൾ ഇൻസുലിൻ എത്രമാത്രം ഉണ്ടാകുന്നുണ്ടോ അതേ റേഷ്യോയിൽ തന്നെ സി പെപ്റ്റൈഡും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സി പെപ്റ്റൈഡ് മെഷർ ചെയ്യുന്നത് വളരെയധികം കൃത്യമായിട്ടുള്ള വാല്യൂസ്, എന്തുമാത്രം ഇൻസുലിൻ നമ്മുടെ ശരീരത്തിനകത്ത് റിലീസ് ആകുന്നുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു പ്രൊപ്പോർഷനാണ് സി പെപ്റ്റൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. കാരണം അത് പെട്ടെന്ന് ഡീഗ്രേഡായി പോകുന്നില്ല, അതുപോലെ തന്നെ വേറെ കാര്യങ്ങൾക്കായിട്ട് ശരീരത്തിൽ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു കോറിലേഷൻ കിട്ടും, എന്തുമാത്രം നമ്മുടെ ശരീരത്തിനകത്ത് ഇൻസുലിൻ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് വാല്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ നമുക്ക് മനസ്സിലാവും. ഏകദേശം 0.5 മുതൽ 2 വരെയാണ് നോർമൽ റേഞ്ച്. ഒരു പരിധിയിൽ വളരെ കുറവാണ് സി പെപ്റ്റൈഡ് എന്നുണ്ടെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇൻസുലിൻ എങ്ങനെയാണോ ഉണ്ടാകുന്നത് അതേ പ്രൊപ്പോർഷനിൽ തന്നെയാണ് സി പെപ്റ്റൈഡ് ഉണ്ടാകുന്നത്. അപ്പം സി പെപ്റ്റൈഡ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇൻസുലിൻ വളരെയധികം കുറവാണ്. ഇൻസുലിൻ കുറവാണ് എന്നുള്ളതിനർത്ഥം എന്താണ്? പാൻക്രിയാസ് നല്ലോണം പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അതിനെന്താ കാരണം? എന്തെങ്കിലും ലോക്കലായിട്ടുള്ള ഇൻഫ്ലമേഷൻ കൊണ്ട് വന്നതായിരിക്കാം, അല്ലെങ്കിൽ ജനറ്റിക്കലി എന്തെങ്കിലും ഇഷ്യൂ കൊണ്ട് വന്നതായിരിക്കാം. എൻ്റെ എക്സാമ്പിളാണ് ടൈപ്പ് 1 ഡയബറ്റീസ്, അതുകൊണ്ടായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടൈപ്പ് 2 വന്നിട്ട് ഓവർ പ്രൊഡ്യൂസ് ചെയ്ത് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്ത് അത് ക്ഷീണിച്ചിട്ടുണ്ടാകാം. ബീറ്റാ സെൽസ് ഓഫ് പാൻക്രിയാസ് ക്ഷീണിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം നമുക്ക് കുറവളവ് കിട്ടുന്നത്. പിന്നെ ചില അസുഖങ്ങളെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് കൃത്യമായിട്ട് പാൻക്രിയാസിൻ്റെ ഫങ്ഷൻ അറിയാൻ പറ്റുന്ന നല്ലൊരു മാധ്യമമാണ് സി പെപ്റ്റൈഡ്. അപ്പം ഡയബറ്റീസ് ഉള്ള ആരെങ്കിലും ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നോക്കുക, അല്ലെങ്കിൽ പാരമ്പര്യത്തിലുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ നോക്കുക. നമുക്കൊരു പരിധി വരെ നമ്മുടെ ഇൻസുലിൻ എന്തുമാത്രം പ്രൊഡ്യൂസ് ആകുന്നുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു വാല്യൂ നമുക്ക് കിട്ടും. FBS, PPS നോക്കിയാൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആവറേജ് ആയിട്ട് അറിയാൻ പറ്റും. കൃത്യമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ സി പെപ്റ്റൈഡ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നിങ്ങളുടെ അളവുകൾ
നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക. നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഹോമിയോപ്പതിയിൽ തീർച്ചയായിട്ടും നമുക്ക് ടൈപ്പ് 2 ഡയബറ്റീസിന്, അതായത് കുറച്ചെങ്കിലും ഫങ്ഷണലായിട്ടുള്ള സെൽസ് ഉണ്ടെങ്കിൽ നമുക്കതിനെ കുറേയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കാവുന്നതാണ്. ചില സന്ദർഭങ്ങളിൽ ഈ സി പെപ്റ്റൈഡ് ലെവൽ കൂടാം. ഓക്കെ, അങ്ങനെ കൂടാൻ ട്യൂമറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് സി പെപ്റ്റൈഡ് ലെവൽ കൂടുതലായിട്ട് വരാം. ഓക്കെ, പാൻക്രിയാസിൽ ട്യൂമർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ വരാം. അല്ലാന്നുണ്ടെങ്കിൽ വളരെയധികം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിലും ഇതുപോലെ സംഭവിക്കാം. അതായത് കൂടുതൽ ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നുണ്ടാകാം, പാൻക്രിയാസ് ഉണ്ടാക്കുന്നുണ്ടാകാം. കാരണം ഇൻസുലിൻ എന്താണോ ജോലി, ആ ജോലി കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ടുള്ള ഇൻസുലിൻ പാൻക്രിയാസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ റെസിസ്റ്റൻസ് ഉണ്ടായാൽ കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് ക്ലിയറായിട്ട് സി പെപ്റ്റൈഡ് നോക്കിയാൽ മനസ്സിലാവും എന്തുമാത്രം ഇൻസുലിൻ റിലീസ് ആകുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇൻസുലിൻ എന്തുമാത്രം റിലീസ് നമ്മുടെ ബ്ലഡിൽ ഉണ്ടാകുന്നുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. ഓൾട്ടർനേറ്റീവ്ലി നമ്മുടെ പാൻക്രിയാസിൻ്റെ ഫങ്ഷനാണ് നമുക്ക് മനസ്സിലാകും. ബീറ്റ സെൽസ് ഓഫ് പാൻക്രിയാസിൻ്റെ കൃത്യമായിട്ടുള്ള ഫങ്ഷനിങ് നമുക്കിതിലൂടെ മനസ്സിലാവും. അതുപോലെ ടൈപ്പ് 1ഉം 2ഉം തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. പിന്നെ ചില മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇതിനെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ നമ്മുടെ ശരീരത്തിനകത്ത് ഇൻസുലിൻ ഉണ്ടെന്നിരിക്കട്ടെ, ഒരു പരിധി കൂടുതൽ ഇൻസുലിൻ ഉണ്ട്, പക്ഷേ സി പെപ്റ്റൈഡ് അത്ര ഇല്ല എന്നുള്ളത് സജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ വെളിയിൽ നിന്ന് ഇൻസുലിൻ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ അളവിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്, എത്ര അളവിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഒരു പരിധി വരെ മനസ്സിലാക്കാൻ സാധിക്കും. സോ ഡൗട്ടോ കാര്യമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ വാല്യൂസ് എന്തുമാത്രം ഉണ്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ താഴെ മെൻഷൻ ചെയ്യുക. എന്തായിരുന്നു നിങ്ങളുടെ ഇഷ്യൂ എന്നുള്ളതും കൂടെ നിങ്ങൾ താഴെ മെൻഷൻ ചെയ്യുക. സോ സ്റ്റേ ഹാപ്പി, സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഇൻഫോംഡ്.